പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ക്രിസ്മസ് രാത്രിയിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഞായറാഴ്ച രാത്രിയിൽ ഗാസയിലെ അൽമഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെടുകയും നിരവധി കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തതായി ഹമാസ് സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയ്ക്ക് നേരെ ഇതുവരെ ഉണ്ടായ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഞായറാഴ്ച ഉണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. അഭയാർത്ഥി ക്യാമ്പിൽ വളരെയധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നതായും മരണനിരക്ക് ഇനിയും ഉയരാനിടയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ-കിദ്ര പറഞ്ഞു. അഭയാർത്ഥി ക്യാമ്പിൽ നടന്നത് ഭീകരമായ കൂട്ടക്കൊലയാണെന്നും അത് യുദ്ധ കുറ്റകൃത്യമാണെന്നും ഹമാസ് വക്താവ് ചൂണ്ടിക്കാണിച്ചു. ജനവാസ കേന്ദ്രങ്ങളിലാണ് ഹമാസ് അക്രമികൾ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് അപകടമുണ്ടാകാത്ത വിധത്തിലുള്ള നടപടികളാണ് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഗാസയിലെ ഒരു തുരങ്കത്തിൽ നിന്ന് 5 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഹമാസിനെതിരെ ശക്തമായ ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വന്നിട്ടുള്ളത്. ഹമാസിന്റെ തടവിൽ കഴിയുമ്പോൾ കൊല്ലപ്പെട്ട 5 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. ഇതിന് പിന്നാലെ ഗാസ സിറ്റിയിലെ ഹമാസ് നിർമ്മിത തുരങ്കത്തിന്റെ വീഡിയോ ദൃശ്യവും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പങ്കുവച്ചു. ഇവിടെ നിന്നാണ് 3 മൃതദേഹങ്ങൾ ക്രിസ്മസ് ദിനത്തിൽ കണ്ടെത്തിയത്. അതേസമയം ഞായറാഴ്ച നടന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 60ഓളം പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് തടവിലാക്കപ്പെട്ട കുറച്ച് ആളുകളെ അവർ കൊണ്ടുപോയത് ബന്ദികളാക്കി. അതിൽ 5 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്നും ഇവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവന്നതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അപ്പോ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ ബന്ദികളെ ഒന്നൊന്നായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് ഭീകരർ. അതുകൊണ്ട് എങ്ങനെയാണ് അവരുമായി സന്ധി സംഭാഷണത്തിന് നമുക്ക് സാധിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. എന്നാൽ ഇതേ സമയം ഗാസ മുനമ്പിലെ അധികാരം പൂർണ്ണമായും വിട്ടൊഴിഞ്ഞാൽ സമ്പൂർണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാമെന്നാണ് ഇസ്രായേൽ വാഗ്ദാനം. ഇത് തന്ത്രപൂർവ്വം ഹമാസ് നിരസിച്ചു. ഈജിപ്റ്റാണ് ചർച്ചയുടെ ഭാഗമായി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈജിപ്തും ഹമാസിനെ കൈയൊഴിഞ്ഞു എന്ന് സാരം. ഇത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഹമാസിന്റെ വ്യക്തമാക്കൽ. ഇസ്മായിൽ ഹനിയാണ് കഴിഞ്ഞ ദിവസം കരഞ്ഞു വിളിച്ച് ഈജിപ്തിലെത്തി വെടിനിർത്തണമെന്ന് കരഞ്ഞപേക്ഷിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് അറിയിച്ചു. ഇതിനപ്പുറത്തേക്കുള്ള ഒരു ധാരണയ്ക്കുമില്ല എന്നാണ് ഹമാസ് ആവർത്തിക്കുന്നത്. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി വെടിനിർത്തൽ പ്രഖ്യാപനവും ഗാസയിലെ ഭരണം പുതിയ നേതൃത്വത്തെ ഏൽപ്പിക്കലുമാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ച ധാരണയുടെ കാതൽ. ഹമാസിന്റെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യില്ലെന്നും ഈജിപ്ത് വഴിയുള്ള ധാരണയിൽ പറയുന്നുണ്ട്. എന്നാൽ ബന്ദികളുടെ കൈമാറ്റം ഒഴികെയുള്ള മറ്റൊരു കരാറിനും ഇല്ല എന്ന് ഹമാസ് വ്യക്തമാക്കി. നമ്മുടെ ജനങ്ങൾക്കെതിരായ ഇസ്രായേലി ആക്രമണവും കൂട്ടക്കൊലകളും വംശഹത്യയും അവസാനിപ്പിക്കാൻ ഹമാസ് ശ്രമിക്കുന്നു. അതിനുള്ള വഴികൾ ഞങ്ങൾ ഞങ്ങളുടെ ഈജിപ്ഷ്യൻ സഹോദരങ്ങളുമായി ചർച്ച ചെയ്തു എന്ന് ഹമാസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആക്രമണം അവസാനിപ്പിച്ച് മേഖലയിലേക്കുള്ള സഹായം വർദ്ധിപ്പിച്ചതിന് ശേഷം തടവുകാരുടെ കൈമാറ്റം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇതേസമയം തങ്ങളുടെ ബന്ദികൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് അഭിപ്രായപ്പെടുമ്പോഴും ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ച ഇസ്രായേൽ കൂടുതൽ പ്രകോപിതരാണ്. ഇസ്രായേൽ ഒരിക്കലും ക്ഷമിക്കില്ല ഇസ്രായേലിലെ ആളുകളെ അനാവശ്യമായി കൊന്നൊടുക്കുന്നത്. അതിൽ നിന്നാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ. ഇപ്പോ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ 1500 പേരെ 1400-നും 1500-നും ഇടയ്ക്ക് ഇസ്രായേലികളെ കൊന്നൊടുക്കിയതിന്റെ പേരിലാണ് ഇപ്പോൾ ഇസ്രായേൽ കൊന്നൊടുക്കിയ ആളുകൾ 20,000 കവിഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ജൂതപ്പക അടങ്ങുന്നതേയില്ല, ജിഹാദികൾ ഒടുങ്ങുന്നുമില്ല. ലോകമെമ്പാടും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇസ്രായേലിൽ നിന്ന് വളരെ ദുഃഖകരമായ വാർത്തകളാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ അവിടെ നിന്ന് മരണക്കണക്കുകളാണ് ലോകത്തിന് മുമ്പിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള അറുതിയും ഇത്രയും കാലമായിട്ടും യുദ്ധത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ക്രിസ്മസ് ആയിട്ടും വളരെ ദുഃഖകരമായ വാർത്തയാണ് ലഭിക്കുന്നത്. ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്തുള്ള മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഗാസ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിലാണ് ക്രിസ്മസ് തലേന്ന് സാക്ഷ്യം വഹിച്ചതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരാണ് അറിയിച്ചിട്ടുള്ളത്. മറുവശത്ത് വടക്കൻ
ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ നിന്ന് 5 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കൂടാതെ തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യേക വ്യോമാക്രമണത്തിൽ 8 പേർ കൂടി കൊല്ലപ്പെട്ടുവെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സംഭവിച്ചത് ഗാസയിൽ ഞായറാഴ്ച രാത്രി ആരംഭിച്ച ഇസ്രായേൽ ആക്രമണം ക്രിസ്മസ് ദിനമായ തിങ്കളാഴ്ച രാവിലെ വരെ തുടർന്നു. പ്രദേശവാസികളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്രായേലി പൗരന് പകരം 1000 ഹമാസ് ഭീകരരെ ഇസ്രായേൽ വകവരുത്തും. അവസാന ബന്ധിയും മരിച്ചു എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് ഇസ്രായേലിന്റെ ശരിയായ മുഖം ഹമാസ് കാണാൻ പോകുന്നത്, ഗാസയും പലസ്തീനും അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഇസ്രായേൽ അങ്ങനെയാണ്. ഇസ്രായേൽ ഒരിക്കലും ക്ഷമിക്കാത്ത കുറ്റകൃത്യമാണ് ഇപ്പോൾ ഹമാസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് രമ്യതയിലെ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ വേണ്ടുന്ന നീക്കങ്ങളാണ് ഈജിപ്തും ഖത്തറും അമേരിക്കയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ പിന്നിൽ നിന്ന് ഹൂതികളെ ഇറക്കി കളിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ ഫ്രാൻസ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് അത് തന്നെയാണ്, ഗാസയിലെ ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിനുമേൽ ഒരിക്കലും തടയിടാൻ ഒരു രാജ്യവും ശ്രമിക്കരുത്, പ്രത്യേകിച്ച് ഇസ്രായേൽ ശ്രമിക്കരുത്. ഇങ്ങനെ ഈ യുദ്ധത്തിന് അയവ് വരുത്താൻ ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബന്ധികളെ കൊന്ന് അരിശം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ്. പലസ്തീനിയൻ മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ച് മധ്യ ഗാസയിലെ അൽ ബുറൈജിൽ ഇസ്രായേൽ വ്യോമകര മേഖലകളിലൂടെയുള്ള ഷെല്ലാക്രമണം ശക്തമാക്കി. മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ കൊല്ലപ്പെട്ട 70 പേരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ബിദ്ര മാധ്യമങ്ങളോട് പറഞ്ഞു. ഹമാസ് നടത്തിയ പ്രസ്താവനയിൽ വ്യോമാക്രമണത്തെ ഭയങ്കരമായ കൂട്ടക്കൊല എന്നും പുതിയ യുദ്ധക്കുറ്റമെന്നും വിശേഷിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇസ്രായേൽ അധിനിവേശ പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് നഗരമായ ബത്ലഹേമിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ യുദ്ധത്തിനിടയിൽ നടന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേമിലെ ഒരു കാലിത്തോളത്തിൽ യേശു ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പലസ്തീനിയൻ ക്രിസ്ത്യാനികൾ സമാധാനത്തിനായി സ്തുതിഗീതങ്ങളും പ്രാർത്ഥനകളും നടത്തി. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ബത്ലഹേമിലാണ്. അവിടെ യുദ്ധത്തിൽ ആയുധങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ സമാധാനത്തിന്റെ രാജകുമാരൻ ഒരിക്കൽ കൂടി തടയപ്പെട്ടു. അത് ഇന്നും അവനെ ലോകത്ത് ഇടം കണ്ടെത്തുന്നതിൽ നിന്ന് തടയുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉദ്ധരിച്ച് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്മസ് ഈവ് കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു മാർപ്പാപ്പ. വടക്കൻ ഗാസയിലെ ഹമാസ് തുരങ്ക ശൃംഖലയുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ചിത്രീകരിച്ചു. അവിടെ തടവിലായിരുന്ന 5 ബന്ദികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തും. ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിച്ചത് മുതൽ ഹമാസിന്റെ പക്കൽ ഇപ്പോഴും 100-ലധികം ബന്ദികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് 105 ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ ഇസ്രായേൽ 200 പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിരുന്നു. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള മുൻ കരാറിന്റെ ഇടനിലക്കാരനായി സഹായിച്ച ഈജിപ്തിന്റെയും ഖത്തറിന്റെയും തിരക്കേറിയ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ പുതിയ ബന്ദി കൈമാറ്റ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദ് എന്ന ചെറു തീവ്രവാദ സംഘടനയുടെ സിയാദ് അൽ നഖ്ലാലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകൾക്കായി ഞായറാഴ്ച കെയ്റോയിലെത്തി. വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ കെയ്റോയിൽ എത്തിയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. 3 മാസത്തോളം നീണ്ട യുദ്ധം ഗാസയിൽ 20,400 പലസ്തീനികളെയും ഇസ്രായേലിൽ 1200-ഓളം പേരെയും കൊന്നൊടുക്കിയിരുന്നു. ക്രിസ്മസ് രാവിൽ അൽ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ മകളുടെ വിലാപം ലോകത്തിന്റെ വേദനയായി മാറി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയുമായി ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിലാണ് ഈ കുട്ടിയുടെ മാതാവ് കൊല്ലപ്പെട്ടത്. ഇവരടക്കം 70 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു കരളലിയിക്കുന്ന കരച്ചിൽ. ഇപ്പോ ഒരുപാട് ആളുകൾ, സാധാരണക്കാർ, നിരപരാധികൾ, നിരായുധർ, നിസ്സഹായരായ ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപ്പെടുന്ന ആളുകളിൽ അധികവും ഈ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. 2 ഭാഗത്തും സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെയാണ് എല്ലാ രാജ്യങ്ങളും അപലപിക്കുന്നത്. ഇപ്പോൾ ഇവരെ ഈജിപ്തും കൈവിട്ടിരിക്കുന്നു. കരഞ്ഞു വിളിച്ച് ഈജിപ്തിലെത്തിയ ഇസ്മായിൽ ഹനിയ ഒടുവിൽ ഈജിപ്ത് പറഞ്ഞു, മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിച്ചു മടങ്ങിപ്പോയിക്കോ. അങ്ങനെ ഈജിപ്തിന് പറയേണ്ടി വന്നു, മര്യാദയ്ക്ക് നിങ്ങൾ ആ യുദ്ധം താഴെ വെച്ചോളൂ. എന്നിട്ട് ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന ബന്ധികളെ വിട്ടുകൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഇവരെ കുറെ നൊടുക്ക് ന്യായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഈജിപ്തിനും ഏതാണ്ട് കാര്യം മനസ്സിലായി. ഈജിപ്തും ഹമാസിനെ തള്ളിക്കളയാൻ നിർബന്ധിതരായിരിക്കുന്നു. നന്ദി.